പിന്നല്ലാതെ 100% കിട്ടും എന്നാണ് അവർ പറയണത്. അതായത് അവരുടെ വെബ്സൈറ്റിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്ത് ആക്റ്റീവ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ 13 ദിവസം അവർ ആക്റ്റീവ് ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ആ ഹെൽത്ത് ആപ്പിൽ റെക്കോർഡ് ആവുകയാണെങ്കിൽ 100% കിട്ടുമെന്നാണ് അവരുടെ ഫസ്റ്റ് പേജിൽ, ലാൻഡിംഗ് പേജിൽ അവർ പറയുന്നത്. പക്ഷെ അവരുടെ സെക്കൻഡ് പേജിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗെറ്റ് അപ് ടു 30% എന്നും പറയുന്നുണ്ട്. സോ 100% നമുക്ക് തിരിച്ചു തരില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഒരു കോർപ്പറേറ്റ് കമ്പനി ഒരിക്കലും അവരുടെ 100% പ്രീമിയം നമുക്ക് തിരിച്ചു തന്നുകൊണ്ട് നമ്മളെ നന്നാക്കാൻ വേണ്ടി ആരെങ്കിലും ഇരിക്കുക പോയി. അപ്പൊ അങ്ങനൊന്നും സംഭവിക്കില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്നാലും എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് ആ 30% നമുക്ക് തിരിച്ചു തരുന്നതിലൂടെ. നമ്മൾ ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ആളുകൾ, ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന, നല്ല രീതിയിൽ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുന്ന, അതുപോലെ തന്നെ സിഗരറ്റ് പോലുള്ള ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാത്ത, ഒരുപാട് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവരുടെ പ്രീമിയംസ് അടച്ചുകൊണ്ട് ഇതുവരെ ലൈഫിൽ ഉപയോഗിക്കാത്ത ആളുകൾ പോലും ഉണ്ട്. അപ്പൊ അവരൊക്കെ ചിന്തിച്ചു തുടങ്ങണ എന്തിനാ? അവർക്കൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചൂടെ, ഞങ്ങളൊക്കെ എത്രയോ നാളായി ഇങ്ങനെ പ്രീമിയം കൊടുക്കുന്നു, ഒരു ഉപയോഗം നമുക്കില്ല, നമുക്കിത് എന്തിനാ നിർത്തിക്കൂടെ? പക്ഷെ അവർ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഒരു ഫൈനാൻഷ്യന്റെ ഹെൽത്ത്നെസ് ആണ് അവർ ശരിക്കും നോക്കുന്നത്. അല്ലാതെ സ്വയം ഹെൽത്തി നോക്കാനായിട്ട് നമ്മൾ എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് നമ്മുടെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും